ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡാൽ കറി ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വീതം മസൂർ ദാലും തൂർ ദാലും തുവരം പരിപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണേ. എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 4-5 വിസിൽ വെക്കണേ. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. പരിപ്പ് വെന്ത് കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കാമേ. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാമേ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ചൂടായി വന്ന ഗീയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ കൂടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെയുണ്ട്. അതുകൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരേക്കും വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഉടയുന്ന വഴിയേക്കും വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്ന വരേക്കും വഴറ്റി എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി
ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രീസറിൽ വെച്ച മല്ലിയില ആട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് മല്ലിയില എടുക്കാം കേട്ടോ, അതാണ് ടേസ്റ്റ്. 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയും ഇട്ട് ഇളക്കി എടുക്കണേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാമേ. എന്നിട്ട് നമുക്കിതിലേക്ക് വറവിടാം കേട്ടോ. ഇനി ഒരു ചെറിയ കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഒരു വറ്റൽമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് കുറച്ച് കായപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഡാലിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാൽ കറി റെഡിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് എസ് ആൻഡ് ഫുഡീസ്. ബൈ ബൈ.